തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ എപ്പോഴും പ്രവചനാതീതമാക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. ആറന്മുള, കോന്നി, തിരുവല്ല, റാന്നി, അടൂർ എന്നീ 5 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ല. റബ്ബർ നാളികേര കർഷകരും പ്രവാസികളും സാമ്പത്തിക നട്ടെല്ലായ പത്തനംതിട്ടയുടെ മണ്ണ് ഇത്തവണ ആർക്കൊപ്പം നിൽക്കും എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിച്ച 2021 LDF തരംഗം 2026 ആവർത്തിക്കുമോ? അതോ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി നിയമസഭയിലും പ്രതിഫലിക്കുമോ? എന്തുതന്നെയായാലും പത്തനംതിട്ടയിൽ മുന്നണികൾ പോരാട്ട പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. 2011 മുതൽ 2021 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ജില്ലയിൽ LDF-നാണ് മേൽക്കൈ. 2021 കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടി LDF-ന്റെ ഭാഗമായതോടെ ജില്ലയിലെ 5 മണ്ഡലങ്ങളും LDF തൂത്തുവാരി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ചിത്രം മാറി. കഴിഞ്ഞ 3 തവണയും UDF-നെയാണ് പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പിന്തുണച്ചത്. BJP-യും തങ്ങളുടെ ശക്തമായ സാന്നിധ്യം ജില്ലയിൽ തെളിയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന K. സുരേന്ദ്രൻ 3 ലക്ഷത്തിനടുത്ത് വോട്ടുകളാണ് ഇവിടെ നിന്നും നേടിയത്. ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും LDF-നെതിരായിരുന്നു. ജില്ലാ പഞ്ചായത്ത് UDF പിടിച്ചെടുത്ത തെരഞ്ഞെടുപ്പിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലും UDF പക്ഷത്തേക്ക് വോട്ടുകൾ ചാഞ്ഞതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശബരിമല ഉൾപ്പെടുന്ന ജില്ലയായതുകൊണ്ട് തന്നെ ശബരിമല യുവതീ പ്രവേശനവും സ്വർണ്ണക്കൊള്ളയുമെല്ലാം UDF-ഉം NDA-യും LDF-നെതിരെ ആയുധമാക്കുന്നുണ്ട്. എന്നാൽ വികസന നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും ഉയർത്തിപ്പിടിച്ചാണ് LDF ഇതിനെ പ്രതിരോധിക്കുന്നത്. ജില്ലയിലെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വോട്ട് ബാങ്കും ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ പ്രധാനമാണ്. പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ഹൃദയമിടിപ്പായ ആറന്മുളയിൽ ഇക്കുറി പ്രവചനാതീതമായ പോരാട്ടമാണ്. ജില്ലയിലെ ഹൈ പ്രൊഫൈൽ പോരാട്ടം നടക്കുന്നത് ആറന്മുളയിലാണ്. ഇടതുമുന്നണിക്കായി 3ാം വട്ടം ജനവിധി തേടി മന്ത്രി വീണ ജോർജ് ഇറങ്ങുമ്പോൾ യുവത്വത്തിന്റെ കരുത്തുമായി അബിൻ വർക്കി UDF-നായി അങ്കത്തട്ടിലുണ്ട്. BJP മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനെ കളത്തിലിറക്കിയതോടെ ആറന്മുളയിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടിയാണ് വീണ ജോർജ് ആറന്മുളയെ വീണ്ടും ചുവപ്പിക്കാൻ ഇറങ്ങുന്നത്. എന്നാൽ യുവ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് KSU യൂത്ത് കോൺഗ്രസ് നിരയിലെ ശ്രദ്ധേയനെ തന്നെ കോൺഗ്രസ് അംഗത്തിനിറക്കിയിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആരോഗ്യ വകുപ്പിന്റെ പാളിച്ചകളുമാണ് അബിൻ പ്രചാരണ ആയുധമാക്കുന്നത്. ശബരിമല വികാരം ഇപ്പോഴും അലയടിക്കുന്ന ജില്ലയിൽ മുതിർന്ന നേതാവും ജനകീയ മുഖവുമായി കുമ്മനത്തെ NDA ഇറക്കിയതിനു പിന്നിലും കൂടുതൽ വോട്ട് നേടാമെന്ന പ്രതീക്ഷ തന്നെയാണ്. ഇവിടെ വോട്ട് വിഹിതത്തിൽ BJP ഉണ്ടാക്കുന്ന ചെറിയ മാറ്റം പോലും ഇടതു വലതു മുന്നണികളുടെ ജയപരാജയങ്ങളെ അട്ടിമറിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. KU ജനീഷ് കുമാർ MLA-യുടെ വ്യക്തിപരമായ സ്വാധീനമാണ് കോന്നി മണ്ഡലത്തിലെ LDF-ന്റെ വിശ്വാസം. കോൺഗ്രസിന്റെ കുത്തക അവസാനിപ്പിച്ച് കോന്നി MLA-ആയി ജനീഷ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടത് കോന്നിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക സംഭവമായിരുന്നു. തുടർന്നിങ്ങോട്ട് മണ്ഡലത്തിലെ സജീവ ഇടപെടലുകളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ജനീഷ് കുമാർ ഹാട്രിക് വിജയമാണ് ലക്ഷ്യമിടുന്നത്. 5 തവണ അടൂർ പ്രകാശ് MP-യെ നിയമസഭയിലേക്ക് അയച്ച അടൂർ പ്രകാശിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം കോൺഗ്രസിന് തിരിച്ചടിയായോ എന്നതും ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകും. പകരം മത്സരിക്കുന്ന ജില്ലാധ്യക്ഷൻ കൂടിയായ സതീഷ് കൊച്ചുപറമ്പിലിന് എത്രത്തോളം സ്വാധീനം മണ്ഡലത്തിൽ ഉണ്ടാക്കാനാകും എന്നതും ശ്രദ്ധേയമാണ്. K. സുരേന്ദ്രൻ മുൻപ് മത്സരിച്ച മണ്ഡലമായതിനാൽ NDA-ക്കും നിർണായക വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ് കോന്നി. TP സുന്ദരേശനാണ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. CPM BJP ഡീലുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കോന്നി. 2006 മുതൽ മാറ്റമില്ലാതെ തുടരുന്ന മാത്യു ടി തോമസ് തന്നെയാണ് ഇത്തവണയും തിരുവല്ലയിലെ LDF-ന്റെ മുഖം. അന്നു മുതൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന മണ്ഡലം ശബരിമല വിഷയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്തുപോലും മാറി ചിന്തിച്ചില്ല. എന്നാൽ UDF പാളയത്തിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ എത്തുന്നതോടെ മണ്ഡലത്തിലെ സമുദായ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. BJP-ക്കായി അനൂപ് ആന്റണിയും സജീവമായി രംഗത്തുണ്ട്. 2021 മാത്യു ടി തോമസ് നേടിയത് 62,178 വോട്ടുകളായിരുന്നു. കേരള കോൺഗ്രസിന്റെ കുഞ്ഞു കോശി പോൾ നേടിയത് 50,757 വോട്ടുകളും BJP നേടിയത് 22,674 വോട്ടുകളുമായിരുന്നു. ക്രൈസ്തവ സഭകളുടെ സാന്നിധ്യവും ഹൈന്ദവ സമുദായങ്ങളുടെ സ്വാധീനവുമുള്ള മണ്ഡലം ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടറിയാം. റാന്നിയിൽ LDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് MLA പ്രമോദ് നാരായൺ 2ാം ജയത്തിനായി ഇറങ്ങുമ്പോൾ KPCC സെക്രട്ടറി പഴകുളം മധുവിനെയാണ് UDF രംഗത്തിറക്കിയിരിക്കുന്നത്.
CPM RSS ഡീൽ ആരോപിക്കപ്പെടുന്ന മറ്റൊരു മണ്ഡലമാണ് റാന്നി. 2020 സ്ഥാനാർത്ഥി തോമസ് കെ സാമുവലാണ് റാന്നിയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 96 മുതൽ ഇടതുപക്ഷത്തിനൊപ്പം മാത്രം നിൽക്കുന്ന മണ്ഡലത്തിൽ അന്നു മുതൽ 2016 വരെ 5 തവണ രാജു എബ്രഹാം തന്നെയായിരുന്നു നിയമസഭയിലെത്തിയത്. 2021 പ്രമോദ് നാരായൺ ജയിച്ചത് വെറും 1285 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ മണ്ഡലത്തിൽ ഇത്തവണ ഇടതുപക്ഷത്തിനു വേണ്ടി പോരിനിറങ്ങുന്നത് CPIയുടെ യുവമുഖം പ്രിജി കണ്ണനാണ്. കോൺഗ്രസിന്റെ CV ശാന്തകുമാറും BJPയുടെ അഡ്വക്കേറ്റ് പന്തളം പ്രതാപനും ചേരുന്നതോടെ അടൂരിലും പോരാട്ടം കനക്കും. 2011 മുതൽ 2021 വരെ ചിറ്റയം ഗോപകുമാറിനൊപ്പം അടിയുറച്ചു നിന്ന അടൂർ ഇത്തവണ പ്രിജിയെ പിന്തുണയ്ക്കുമോ എന്ന് കണ്ടറിയാം. 2021 2919 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ചിറ്റയം മണ്ഡലത്തിൽ വിജയിച്ചത്. ജില്ലയിലെ ഏക സംവരണ സീറ്റായ അടൂർ ഇക്കുറി ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടറിയാം. ചുരുക്കത്തിൽ LDFന് പത്തനംതിട്ടയിൽ തങ്ങളുടെ കോട്ട നിലനിർത്തേണ്ട പോരാട്ടമാണിത്. UDFനാകട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആവേശം നിയമസഭയിലും ആവർത്തിക്കാൻ ഈ കോട്ട പൊളിച്ചേ മതിയാകൂ. പത്തനംതിട്ടയിൽ ഒരു അക്കൗണ്ട് എന്ന മോഹവുമായാണ് NDA തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. പത്തനംതിട്ടയിലെ കാറ്റ് ആർക്ക് അനുകൂലമാകുമെന്നറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കാം.